ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊരു ഈദ് വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു കേട്ടോ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, പിറ്റേന്ന് പെരുന്നാളാണല്ലോ. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞേരാണ് കേട്ടോ കട്ട് ചെയ്തത്. പിന്നെ അപ്പോൾ മക്കൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് കരുതി ഒരു കേക്ക് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാവിലെ അഥവാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ചട്ടിപ്പത്തിരി ആയിരുന്നു കേട്ടോ ചായക്ക് കടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചെറുപയർപ്പരിപ്പിൻ്റെ പായസവും ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചുമാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടിനൊരു വ്യത്യാസം. അപ്പോൾ അതാ ബിരിയാണിക്ക് അവിടെ ദമ്മിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ലോങ് ആയിട്ട് വീഡിയോ പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് ഇവിടെ റെഡിയാക്കി ഒക്കെ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനൊക്കെ വിഷു ആയതുകൊണ്ട് ലീവൊന്നുമില്ല, ഷോപ്പിൽ പോയതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളിനൊന്നുമില്ല. അപ്പോൾ ഇതാക്കണം ഉച്ചയായപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാനെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിച്ചത്. അപ്പോൾ പിന്നെ മക്കൾക്ക് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ കൊണ്ടുപോയിട്ട് പടക്കവും അതേപോലെ മത്താപ്പവും പൂത്തിരിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നെൽച്ചക്രവും ഒക്കെ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അങ്ങനെ കുറച്ച് നേരം അതും ഞാൻ വീഡിയോ പിടിച്ചു. കമ്പിത്തിരിയും അതേപോലെ മത്താപ്പവും ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല, പക്ഷേ പടക്കം പൊട്ടിക്കുമ്പോൾ ഭയങ്കര പേടി തന്നെയാണല്ലോ. അപ്പോൾ മക്കളാണെങ്കിൽ അടുത്തേക്ക് പോകാൻ പടകം പൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ നാസിമോനും വല്ലാത്ത പേടിയും കരച്ചിലൊക്കെ ആയി. അങ്ങനെ ഓനെയും കൊണ്ട് ഞാൻ പിന്നെ അകത്തേക്ക് പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെ പൂത്തിരിയൊക്കെ കത്തിക്കാനായ സമയമായപ്പോഴാണ് ഞാൻ പിന്നെ പുറത്തേക്ക് വന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ ആഘോഷങ്ങൾ കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം മക്കൾ രാത്രി പെരുന്നാൾ പൈസ കിട്ടിയും കൊണ്ട് കുറച്ചൊന്ന് കളറായി. വിഷു ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കളൊക്കെ അടിച്ചുപൊളിയായിട്ട് എല്ലാം പിന്നെ പെരുന്നാൾ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങൾ. മോനാണെങ്കിൽ പടക്കം പൊട്ടിക്കാൻ ആരെങ്കിലും കാത്തിരിക്കുകയായിരുന്നു. കുറേ ദിവസമായി അവന് പൈസയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കൊടുത്ത് പൊട്ടിക്കാൻ പിന്നെ പേടിയാണല്ലോ, ചെറിയ മോനല്ലേ, കയ്യിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ആയാലോ വെച്ച് ഞാൻ അവനോട് പറഞ്ഞ് പൂത്തിരിയൊക്കെ വാങ്ങിക്കും, പക്ഷെ പടകം വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെങ്ങളെ മൂത്ത മോൻ വന്നതിനെ കൊണ്ട് പടകവും പൂത്തിരിയൊക്കെ കത്തിച്ചൊക്കെ കാണിച്ചു കൊടുത്തു. അതിനോണ്ട് തന്നെ അവന് കുറച്ചൊരു സമാധാനമായിട്ടോ. ലാസ്റ്റ് കത്തിച്ച നെൽച്ചക്ര ഗേറ്റൊക്കെ കിടന്ന് റോഡ് മേലേക്കാണ് കേട്ടോ പോയി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാമ്പ് ഗുളിക ഉണ്ടല്ലോ അതൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പാമ്പ് ഗുളിക എന്ന് വെച്ചിട്ട് മക്കളൊക്കെ വട്ടം കൂടി ഇരിക്കുകയാണ് കേട്ടോ അത് കാണാനായിട്ട്. പക്ഷെ ഒരൊറ്റ ഒന്ന് പോലും ഇത് കത്തിയില്ല കേട്ടോ. അത് തണുത്ത് പോയിന്ന് തോന്നുന്നു, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നുപോലും കത്തിയിട്ട് ഇത് പാമ്പായി മാറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇത് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.